ഇന്ന് നമ്മൾ കുമില് വാങ്ങിയിട്ടാ, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അത്ര ബർക്കത്തില്ലാത്ത പോലെ. കഴിഞ്ഞ തവണ വാങ്ങി കഴിച്ചതിന് ശേഷം പിന്നെയും വാങ്ങണം തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണെങ്കിൽ എത്ര പ്രാവശ്യം കഴിച്ചാലും പിന്നെയും പൂതി വരും. അപ്പൊ പറയാൻ വന്നത് ഇതൊന്നുമില്ല, ഞാൻ ഇന്നലെ ഒരു കറി ഉണ്ടാക്കി. അതായത് ഇന്നലെ നൈറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറയൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് കറി ഉണ്ടാക്കാൻ. അതും സ്പെഷ്യൽ കോട്ടയം മീൻകറി. യൂട്യൂബ് നോക്കിയിട്ടായിരുന്നു ആക്കാൻ കഴിയുന്നത്. മീൻകറി ആക്കാൻ അറിയില്ലെങ്കിലും ഇതിനു മുന്നേ ബാംഗ്ലൂർ വന്ന ശേഷം ഒരിക്കൽ മീൻകറി ഞാൻ വെച്ചിട്ടുണ്ട്. അതും വീട്ടിൽ നിന്നെല്ലാം വെക്കുന്ന പോലെ പുളിയൊക്കെ പിന്നിട്ട് സാധാരണ ഒരു മീൻകറി. പക്ഷെ ഇപ്രാവശ്യം ഒന്ന് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ച് യൂട്യൂബ് തുറന്നപ്പം കോട്ടയം മീൻകറി എന്നും പറഞ്ഞ് തക്കാളി ഉള്ളിയൊന്നും ഇടാത്ത ഒരു കറി അങ്ങ് സെലക്ട് ചെയ്തു. പോരാത്തിന് എപ്പത്തെയും പോലെയല്ല, എല്ലാ ഐറ്റംസും സൈഡിൽ കൊണ്ടുവച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഓരോ ഐറ്റംസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മുളക് പൊടി തീർന്ന കാര്യം ഞാൻ അറിയുന്നത്. സംഭവം നാട്ടിൽ മുളക് പൊടി താഴെ കിടക്കുവാണെങ്കിലും ആ കവറൊക്കെ തുറന്ന് ഞാൻ ആ മുളക് പൊടി അതിലിടുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ കിടന്ന് കരിയായിരുന്നു. ഈ കറി വെക്കുന്ന ചേച്ചി പ്രത്യേകം പറ്റുണ്ടായിരുന്നു. പൊടികളൊക്കെ ഇടുമ്പോൾ ഒന്നിക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. ചട്ടി ആയിരുന്നതുകൊണ്ട് മുളക് പൊടി എടുക്കാൻ ടൈം വേണ്ടതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതായിരുന്നു ബുദ്ധി. പക്ഷെ ആ ടൈമിൽ എനിക്കത് തോന്നിയില്ല. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു എന്ന് മനസ്സിലായെങ്കിലും 2 മിനിറ്റ് ആലോചിച്ചതിന് ശേഷം വീണ്ടും അത് തുടരാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ അതെന്റെ വേസ്റ്റ് തീരുമാനമായിരുന്നു. അങ്ങനെ പുളിവെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് മീനിട്ട്. ഈ മീൻ ഇടുന്നതിന് മുന്നെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കാമായിരുന്നു. അവസാനം നല്ലോണം തിളപ്പിച്ച് നല്ലോണം ഒന്ന് കുറുകിയതിന് ശേഷം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കറിവേപ്പിലയും അവസാനം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഊറ്റി നല്ലോണം വറ്റിയതിന് ശേഷമാണ് ഞാൻ ടേസ്റ്റ് ചെയ്തത്. ഞാൻ വെച്ചുകൊണ്ട് പറയില്ല, ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു കറി ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തായി, തക്കാളി ഉള്ളി മുറിക്കാനുള്ള മടിക്ക് പകരം വീണ്ടും ഒരു കറി വെക്കേണ്ടി വന്നു. ഫവാസ്ക ആണെങ്കിൽ വരാനും ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് വെച്ച് ഇഷ്ട കറി അങ്ങ് വെച്ചു. ഫവാസ്ക വന്നപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, കഴിച്ചു നോക്കാന്ന് വെച്ച് കുറച്ച് കറി എടുത്തങ്ങ് വെച്ചു. പക്ഷെ കഴിച്ചിട്ട് വായിൽ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. അതില് മീന് അടിപൊളിയായിരുന്നു എന്ന് പറയുന്ന കേട്ടു, ഞാൻ കഴിച്ചില്ല. അപ്പൊ നമ്മുടെ കുമിലൊക്കെ ക്ലീൻ ആക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി രാത്രി വെക്കല്ലേ വേണ്ടു.